പക്ഷെ ചെറുതായിട്ടൊരു കണക്ഷൻ അവിടെ ഉണ്ട്. ഒരു അമ്മ വിളിയുടെ ഇഷ്യൂ വന്നപ്പോൾ സമയത്ത് അച്ഛനല്ല ഈ വ്യക്തി, ഈ മഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തി സ്വന്തം അച്ഛനല്ല ഈ ലേഡിയെ തീരെ സെൻസ്ലെസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കുമ്പിളിൽ കഞ്ഞി കുടിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ സമയത്ത് അന്ന് അവരുടെ അച്ഛനെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ബിക്കോസ് എതിർക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അവർ വിദേശത്ത് എവിടെയോ ടൂർ പോയ സമയത്ത് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഇനി ഇത് നിലത്തിട്ട് എറിഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് സൈബർ ബുള്ളി ചെയ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവർ പറഞ്ഞ പോലെ പെട്ടെന്ന് ഹൈലി അറോഗൻ്റ് ആയിട്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ഏൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. 2 ദിവസം മുന്നേ നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ ദിയ കൃഷ്ണയുടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു. അതായത് ദിയ കൃഷ്ണ ഹസ്ബൻഡിൻ്റെ അമ്മ, അതായത് അശ്വിൻ്റെ അമ്മേനെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ദിയ അമ്മ എന്ന് വിളിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു റിപ്ലൈ ആയിട്ട് എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴിയിൽ സിന്ധു കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയുണ്ട്, അവരാണ് എൻ്റെ അമ്മ. മാത്രമല്ല അങ്ങനെ വഴിയിൽ പോകുന്ന ആൾക്കാരൊന്നും അമ്മ എന്ന് വിളിക്കേണ്ട കാര്യമില്ല, കാവിലെ അമ്മ എന്നല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഭയങ്കര അറഗൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പറഞ്ഞിരുന്നു. ആ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തു. ഒരുപാട് സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്, ഓൺലൈൻ പേജസ് ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനെയും അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തിന് എതിർത്ത് സംസാരിച്ചിരുന്നു. വളരെ ഫ്യൂ ആൾക്കാർ ഈ ഒരു വിഷയത്തിന് സപ്പോർട്ട് ചെയ്തത് നമ്മളൊക്കെ പറഞ്ഞ കാര്യത്തിനെ വളച്ചൊടിച്ചിട്ടാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ് അവരുടെ ഇൻലോസിനെ അല്ലെങ്കിൽ ആരെയാണെന്നുണ്ടെങ്കിലും ഈ ലോകത്ത് അച്ഛനെയോ അമ്മയോ ആരും ആയിക്കോട്ടെ അവരെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള അവരുടെ പേഴ്സണൽ ചോയ്സാണ്. ഇപ്പം ഞാൻ എൻ്റെ അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിക്കുന്നുള്ളതിൻ്റെ അർത്ഥം നാട്ടിലെല്ലാവരും അമ്മ എന്ന് തന്നെ അവരുടെ അമ്മായിയമ്മമാരെയോ ഇൻലോസിനെയൊക്കെ വിളിക്കണം എന്നില്ല. അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഇവിടെ വിഷയം എന്താ വെച്ചാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ വഴിയിൽ പോകുന്ന നിൽക്കുന്ന എല്ലാവരെയും അമ്മ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കാവിലമ്മ പ്രയോഗം, പിന്നെ ജീവിച്ചിരിക്കുന്നവർ വിളിക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ വെച്ചാൽ അങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ദിയ പറഞ്ഞതിനോട് വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പാണ് ഒരുവിധം തലയ്ക്ക് ആൾതാമസമുള്ള ഒരുവിധം എല്ലാ ഈ ഓൺലൈൻ വീഡിയോ സംസാരിക്കുന്നവരും കമൻറ്റ് എഴുതുന്നവരൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യാൻ 2 റീസൺസാണ്. ഒന്ന്, ദിയ കൃഷ്ണയുടെ ഒരു സ്റ്റോറി വന്നിട്ടുണ്ട്. ഇതിന് ഓൾമോസ്റ്റ് ലൈക്ക് ആൻ എപ്പോളജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എപ്പോളജി പോലെ തന്നെയാണ്. മിസ്റ്റേക്സ് ഉണ്ടാവാം, നമുക്കത് മനസ്സിലാക്കിയിട്ട് നമ്മളത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അല്ലേ. ശരിക്ക് ഈ ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിച്ച സമയത്ത് പറഞ്ഞതെന്താ വെച്ചാൽ ഞാൻ പണ്ട് മുതലേ അങ്ങനെയാണ് ഇവരുടെ അശ്വിൻ്റെ അമ്മയെ വിളിച്ച് ശീലിച്ചിട്ടുള്ളത്. എനിക്കത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള എത്രയോ ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ട്. ഇത് പറയുന്നതിന് പകരം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞൊരൊറ്റ കാര്യം കൊണ്ടാണ് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഇന്ന് ഇവരെടുത്തിട്ട് പൊങ്കാലിടേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് 2 കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒന്ന്, ദിയയുടെ ഈ ഒരു വിഷയം. രണ്ടാമത്തത്, ഞാൻ ഇന്നലെ കണ്ടിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ. സീരിയസ്ലി പറയാതിരിക്കാൻ വയ്യ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു ക്രിയേറ്റർ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അവർ ഇഷ്ടപ്പെടാതിരിക്കേണ്ട ഒരു കാര്യം എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗംഗ മീനാക്ഷി, ഗംഗ ടി വിയിലുള്ള ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെ റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് അവർ. ഈ മഴവിൽ മനോരമയിൽ ഫ്ലവേഴ്സിലൊക്കെ വന്നിട്ടുള്ള ഒരു കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എനിക്ക് ഇവരൊന്നും ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ, ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇന്നലെ അവരുടെ ഇൻ്റർവ്യൂ കണ്ട സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അതിന് ഞാൻ എന്തുകൊണ്ട് അത് 2 കാര്യം കൂടി കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ 2 പേരും ഒരിക്കലും താരതമ്യം ചെയ്ത് സംസാരിക്കില്ല, പക്ഷെ ചെറുതായിട്ടൊരു കണക്ഷൻ അവിടെ ഉണ്ട്. ഒരു അമ്മ വിളിയുടെ ഇഷ്യൂ വന്നപ്പോൾ സമയത്ത് ഇവരുടെ ഇൻ്റർവ്യൂവിൽ ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ട സമയത്ത് മനസ്സിലാവുന്നത് ഈ കുട്ടിയുടെയും ബാക്കിയുള്ള മക്കളുടെയും അവരവരുടെ അച്ഛനല്ല ഈ വ്യക്തി, ഈ മഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തി സ്വന്തം അച്ഛനല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പറഞ്ഞു. പിന്നെ അവരുടെ ഒരു സ്റ്റോറി ഉണ്ട്. മക്കളെയും കൊണ്ട്, ഇപ്പോൾ ഞാൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മക്കളെയും കൊണ്ട് കടത്തിണ്ണയിൽ കാവലായ തെരുവ് നായ്ക്കൾ ഭിക്ഷ യാചിച്ച് അമ്മ അവരെ ഏറ്റെടുത്തൊരു അച്ഛൻ, ഗംഗയുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഒരു സ്റ്റോറി ഇട്ട് കാണുന്നത്. സീരിയസ്ലി ഞാൻ ആ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടുവരില്ല, ഞാൻ കുറച്ച് പോർഷൻസ് ആ വീഡിയോയിലൂടെ വെക്കാം. അതിന് മുന്നേ ദിയ കൃഷ്ണയുടെ അപ്പോളജി, അതായത് എന്താണ് അവരുടെ സബ്സ്ക്രൈബർ, ഒരു വെൽ വിഷർ അവർക്ക് കൊടുത്തൊരു മെസ്സേജിന് റിപ്ലൈ ആയിട്ടാണ് അവർ ഈ ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആ റിപ്ലൈ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് വായിക്കാം.
ഹായ് ഐവ് ബീൻ ഫോളോയിങ്, ഇതാണ് അവർക്ക് അവരുടെ ഫോളോവർ കൊടുത്തിട്ടുള്ള ഒരു മെസ്സേജ് കേട്ടോ. ഹായ് ഐവ് ബീൻ ഫോളോയിങ് ആൻഡ് റെസ്പെക്ടിങ് യുവർ കോണ്ടന്റ് ആൻഡ് ഐ വോണ്ട് ടു എംഫസൈസ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം വിത്ത് യുവർ പേഴ്സണൽ ചോയ്സസ് അബൌട്ട് വാട്ട് യു കോൾ യുവർ മദർ ഇൻ ലോ ഓർ അതേഴ്സ് ഇൻവോൾവ് ഇൻ യുവർ ലൈഫ്. ദാറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. നമ്മൾ പറഞ്ഞ മരത്തിന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മദർ ഇൻ ലോ അവരാരും നിങ്ങൾ ലൈഫിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആരും ഫാമിലിയിൽ ആരെയും നിങ്ങൾ എന്ത് വിളിക്കുന്നു എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. നിങ്ങളുടെ ഇഷ്ടമാണ് എന്താണ് വിളിക്കേണ്ടത്. ഹവെവർ ഐ ഫെൽറ്റ് ക്വയറ്റ് ഹേർട്ട് ബൈ യുവർ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് എവ്രി വൺ ഹാസ് ഡാഡ് ആൻഡ് മോം ഇൻ ദെയർ ഹൗസ്, ദോസ് ഹു ഡോണ്ട് ഹാവ് then they can call something like that. എല്ലാവർക്കും അച്ഛനമ്മമാരുണ്ട്, ഇല്ലാത്തവർ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആ വഴിയിൽ കിടക്കുന്നതിനേക്കാളും ഭയങ്കര ഭീകരം. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ അത് പറഞ്ഞിരുന്നു. ഈവൻ ഇഫ് ദാറ്റ് വാസ് ഇൻറ്റൻറ്റഡ് ടു ഡു സംതിങ് വിറ്റി ഓർ വാട്ട് എവർ, ഇറ്റ് ഡിൻ കം അക്രോസ് ദാറ്റ് വേ. നിങ്ങൾ തമാശയ്ക്കോ അല്ലെങ്കിൽ വേറെ എങ്കിലും ഉദ്ദേശിച്ചിട്ടാണോ ഈ പറഞ്ഞതെങ്കിലും അത് അങ്ങനെയല്ല വന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. To me, it sounded very insensitive and overlooked the deep grief and complexity that comes with such a loss. അതായത് അങ്ങനെ ഒരു നഷ്ടം സംഭവിക്കുന്ന സമയത്ത് വരുന്ന ആ ഒരു സംഭവത്തിന് വളരെ ഒരു തീരെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ആ ഒരു സമീപനമാണ് അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. I wanted to share my perspective, hoping you might understand how those words impact people in similar situations. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. ആ ഒരു ലാസ്റ്റ് പോർഷൻ, അതായത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറയില്ലേ, നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്തിനെങ്കിലും കുറിച്ച് ബീങ് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്നുള്ള കണ്ടീഷൻ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ വാക്കുകളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എനിക്കും അങ്ങനെ സംഭവിക്കാം, നിങ്ങൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതേപോലത്തെ സിറ്റുവേഷൻസിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുക. ഇപ്പോൾ കളറിൻ്റെ ബേസിൽ അങ്ങനത്തെ എന്തിൻ്റെങ്കിലും ബേസിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ അവസ്ഥ, ദാരിദ്ര്യാവസ്ഥ, ഇങ്ങനത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക. എനിക്ക് ഈ ദിയ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലേഡിയെ തീരെ സെൻസ്ലെസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, സെൻസ് ഇല്ലാത്തൊരു ലേഡി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റീസൺ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരുടെ അച്ഛൻ പണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, കൃഷ്ണകുമാർ ആ കുമ്പിളിൽ കഞ്ഞി കുടിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ സമയത്ത് അന്ന് അവരുടെ അച്ഛനെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ബിക്കോസ് അയാൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ല പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനന്ന് ഇവരെ കാര്യത്തിന് എതിർക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അവർ വിദേശത്ത് എവിടെയോ ടൂർ പോയ സമയത്ത് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഈ പ്രാവുകൾക്ക് തീറ്റ എറിഞ്ഞു കൊടുത്ത സമയത്ത് ഇനി ഇത് നിലത്തിട്ട് എറിഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് സൈബർ ബുള്ളി ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവർ പറഞ്ഞ പോലെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ അത്രയും സെൻസ് ഇല്ലാത്ത രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, ഹൈലി അറോഗൻ്റായിട്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ഏൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ള മീനിങ്, ലൈക്ക് നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ വിഷമങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം ഇറ്റ് ഡസൻ ഗിവ് യു ദ ലിബർട്ടി ടു ബി അറഗൻറ്റ്. നിങ്ങൾ അറഗൻ്റായിട്ട് അതായിരിക്കാം ഒരു പക്ഷേ ഇവരുടെയൊക്കെ വിഷയം. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട് ചെറുപ്പം മുതലേ ഏൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കേസുണ്ട്. അതിൽ നിന്ന് അങ്ങനെ ഏൺ ചെയ്തിട്ട് നമ്മളൊരു പദവിയിലെത്തുന്ന സമയത്ത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമായിട്ട് നമ്മുടെ ലൈഫ് മാറണം എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മളുടെ ആ ഒരു പോഷ് കാണിച്ചിട്ട് അറോഗൻ്റായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കരമായ രീതിയിൽ നമുക്ക് ബാക്ക് ഫയർ ചെയ്യും. ഇനി ഇതുവരെ കൊടുത്ത മറുപടി തന്നെ, ഐ എം എക്സ്ട്രീംലി സോറി ഇഫ് ദാറ്റ് ഹേർട്ട് എനി വൺ, വാസൻറ്റ് മൈ ഇൻറ്റൻഷൻ, മേ ബി ദാറ്റ് വാസ് നോട്ട് യുവർ ഇൻറ്റൻഷൻ. പക്ഷേ പുറത്തേക്ക് വന്നിട്ടുള്ള കാര്യം അതാണ്. എന്നിട്ട് ഈ ഒരു മെസ്സേജ് എടുത്തിട്ട് അവർ സ്റ്റോറി ഇട്ടത് എങ്ങനെയാണ്, I guess a statement I tried to say out loud to few negative comments ended up as a huge miscommunication on my vlog. ഞാൻ പറയാൻ ഉദ്ദേശിച്ച മിസ്കമ്മ്യൂണിക്കേഷൻ ആയിപ്പോയി. I would like to apologize publicly if I hurt anyone's feeling regarding this issue that a follower of mine has stated. ഫോളോവർ പറഞ്ഞ പോലെ ഞാൻ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുന്നു. I didn't think much before saying that. ഞാൻ അങ്ങനെ അധികം ആലോചിച്ചിരുന്നില്ല. Some of my Instagram and YouTube family genuinely messaged me say this same thing with love, and I guess I should address this issue and take responsibility of myself. അവരെൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. Sorry if I hurt anyone or spread any wrong information to the younger generation watching my video. That really wasn't my intention. Have a positive day family എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് അവരിട്ടിട്ടുള്ളത്. അവർ അപ്പോളജൈസ് ചെയ്ത പോലെ തന്നെ ആയി. ഇവർ പല ആൾക്കാർക്കും മനുഷ്യന്മാരാകുമ്പോൾ തെറ്റുപറ്റാം. ദിസ് മൈറ്റ് നോട്ട് ബി ദ ലാസ്റ്റ് മിസ്റ്റേക്ക് എനി വൺ ഡസ്. അവർ ചെയ്യുന്ന അവസാനത്തെ മിസ്റ്റേക്ക് ആയിരിക്കില്ല, അവർ ഇനിയും പറ്റും. സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ആൾക്കാർ പോയിൻ്റ് ഔട്ട് ചെയ്യും. ഇനി തെറ്റ് വരുന്ന സമയത്ത് ആൾക്കാർ പോയിൻ്റ് ഔട്ട് ചെയ്യും.
ഇനി തെറ്റ് വരാത്ത രീതിയിൽ നമ്മളുടേതായ ഓൺ കോണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് തമാശയ്ക്ക് പല രൂപത്തിലും ക്രിയേറ്റ് ചെയ്ത് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള സോഷ്യൽ മീഡിയ ബാക്ക്ലാഷ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള കോമൻറ്റ്സ് കിട്ടുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഈ മോശം കോമൻറ്റ്സ് വരുന്ന സമയത്ത് പെട്ടെന്ന് ഭയങ്കര വിഷമായി പോവും. ആരാണ്? മനുഷ്യ സഹജമാണ്. തളർത്തുന്ന രീതിയിലുള്ള കമൻസ് വരും. അപ്പോൾ ഭയങ്കര വിഷമായി പോവും, തളർന്നു പോവും, ദേഷ്യം പിടിക്കും, തിരിച്ചു തെറി പറയും. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ മോശമായിട്ട് വരുന്ന കോമൻസിനെ പോലും വളരെ ചിരിച്ച് തള്ളി മറുപടി കൊടുത്ത് അതിൽ നിന്നൊരു കോണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ രസിപ്പിക്കുന്ന ഒരു ഫാമിലിയാണ് ഈ ഗംഗ മീനാക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള അവരച്ഛനും ആ ഗംഗയും ആ അച്ഛനും അമ്മയും. ഞാൻ സത്യം പറഞ്ഞാൽ ആ കൂട്ടർ അച്ഛനാണെന്ന് തന്നെ വിചാരിച്ചത്. ഇറ്റ് ഡസൻറ്റ് മേക്ക് എ ഡിഫറൻസ് കേട്ടോ. നമുക്ക് അച്ഛനായാലും അവർ ശരിക്കുള്ള എന്താ ജന്മം കൊണ്ട് അച്ഛനായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും പല ആൾക്കാരും അച്ഛനും അമ്മയൊക്കെ ആവാറുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് ഇവർ ഈ മോശം കോമൻസിനെ തിരിച്ച്, ഞാൻ അതാ പറഞ്ഞത്, മറ്റോടത്ത് ഒരു ഈ ആൾക്കാർ പറഞ്ഞിട്ടുള്ള കോമൻസിനെ മറുപടി കൊടുത്തത് വേറെ രീതിയിൽ, അതൊന്ന് വേറെ പുതിയ കോൺട്രവേഴ്സി സ്പാർക്ക് ചെയ്തിട്ട് അത്രയും അരഗൻ്റായിട്ട് കൊടുത്ത സമയത്ത്, അപ്പോൾ ആ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു അരഗൻസ് കൊണ്ടാണ് അത് കൊടുത്ത സമയത്ത് ഒന്നുമില്ലായ്മയെന്ന് വളർന്നു വന്നിട്ടുണ്ട്. കമ്പയർ ചെയ്യല്ല, പക്ഷെ ഒന്നുമില്ലായ്മയെന്ന് വളർന്നു വന്നിട്ട് ഇവരെക്കാളൊക്കെ എത്രയോ മുകളിൽ, ഇപ്പം എൻ്റെയൊക്കെ കണ്ണിൽ പറയണം നിൽക്കുന്ന ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഈ പെൺകുട്ടി, അവരത് ആ ഒരു കോമൻസിനെ യൂട്ടിലൈസ് ചെയ്ത് മറുപടി കൊടുക്കുന്നു. ഞാൻ അവരുടെ വീഡിയോൻ്റെ ചെറിയൊരു പോർഷൻ ഇവിടെ പ്ലേ ചെയ്യാം. അവരിവിടെ അച്ഛനെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യം മാത്രം. എൻറ്റയർ വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഏകദേശം 7-8 ലക്ഷം പേര് ഇപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുള്ള വീഡിയോ. എനിക്ക് തോന്നുന്നു 10 ലക്ഷത്തോളം ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കണം. ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോൻ്റെ ചെറിയൊരു പോർഷൻ പ്ലേ ചെയ്യാം. പ്ലീസ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു വീഡിയോ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്ത് പോകുന്നുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അപ്പം ലുലുവിൽ പോകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ കുട്ടികളാണ് നമ്മളുടെ ഏറ്റവും ഇത്. ഈ അമ്മമാരൊക്കെ എന്നെ ടി വിയിൽ കണ്ടു എന്നേ പറഞ്ഞില്ല, പക്ഷെ പിള്ളേരങ്ങനെയല്ല. അയ്യോ ഇൻഫ്ലുവൻസർ, അയ്യോ യൂട്യൂബേഴ്സ്, അത്ര സ്നേഹം പിള്ളേർക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവനാണല്ലോ ഇനി വളർന്നു വരുന്നത്. അപ്പോൾ അവരുടെ കയ്യിലാണ് മൊബൈൽ ഫോൺ കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് പിള്ളേർക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഇന്നും പിന്നെ സെലിബ്രിറ്റീസ് അങ്ങനെയല്ല, അതൊന്നുമല്ല. നിങ്ങളുടെയൊക്കെ പ്രായമുള്ള പിള്ളേരൊക്കെ ഓടുന്നുണ്ടേ, അയ്യോ അമ്മ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. നമ്മളെ സ്നേഹിക്കാൻ പുറത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ആ വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും നമുക്കത് വരുത്തില്ല. കാരണം ഇത്രയും ജനങ്ങൾ അമ്മ അച്ഛൻ അല്ലെ ഒരു കമൻ്റ് ആണെങ്കിൽ പോലും വരുന്നത് ഞങ്ങൾക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടം, അമ്മയെ ഉമ്മ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷം. നമ്മളെ സ്നേഹിക്കാൻ ആള് പുറത്തുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് വിഷമോ. അതെ. സെൽഫി ഒക്കെ കൊടുത്തു അച്ഛാ? സെൽഫി ഒക്കെ കൊടുത്തു അച്ഛ. മാത്രമല്ല ഒരുപാട് പേര് പുറത്ത് അമ്മേ അച്ഛ എന്ന് വിളിച്ചു വരുന്ന സമയത്ത് ഇതൊക്കെ വഴി കിടക്കുന്നവർ തന്നെയാണ് അല്ലേ. നമ്മളെ സംബന്ധിച്ച് ഇവരാണെന്നുണ്ടെങ്കിലും വഴിയിൽ കിടക്കുന്നവരല്ല, ആരൊക്കെയോ ആണ്. ഇവരൊന്നും നമ്മുടെ ആരുമല്ല. അഗെയിൻ ഒരാളുടെ അമ്മയോ അച്ഛാന്ന് വിളിക്കണോ എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഇന്ന ആൾക്കാർ അവരൊന്നും നമ്മളെ ആരുമല്ല. നമ്മളെന്തിനാണ് അവർ അമ്മയോ അച്ഛാന്ന് വിളിക്കുന്നത്? അതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി അണ്ടർസ്റ്റാൻഡ്. ഇപ്പം എൻ്റെ മക്കൾ അങ്ങനെ ഇതാക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. പിന്നെ അത്ര ആയി കഴിഞ്ഞിട്ടും മക്കൾ പറഞ്ഞാൽ അനുസരിക്കില്ലെങ്കിൽ പിന്നെ അച്ഛനമ്മയ്ക്കൊന്നും പറയാം. ഞാൻ ആരും അച്ഛനമ്മേനെ പറഞ്ഞതല്ല, പക്ഷെ കുറേയൊക്കെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം വീട്ടിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനനുസരിച്ചിരിക്കും. ഇനി അപ്പോൾ ഇതാണ് ആ ഒരു കണക്ഷൻ. അച്ഛൻ അമ്മ എന്നുള്ള ആ ഒരു വിളി, ആ ഈ ആങ്കറുടെ വിളി പോലും അങ്കിൾ ഓൺടി എന്ന് വിളിക്കാം. പക്ഷെ അവിടെ അച്ഛനമ്മ എന്ന് വിളിക്കുന്ന സമയത്ത് ആ വിളിക്കുന്ന വ്യക്തിയും ആ കേൾക്കുന്നവരും ആ ഒരു നിമിഷമൊക്കെ നമുക്കൊരു ചെറിയൊരു പൊന്തൽ വരികയാണ് അവിടെ നമ്മുടെ മനസ്സിലിട്ട്. എന്നെപ്പോലെ ചിന്തിക്കുന്നവരിട്ടോ ഒരു പക്ഷേ ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളും, പക്ഷേ ഭൂരിപക്ഷം അങ്ങനെ ആണ് എന്നുള്ളത് കഴിഞ്ഞ ഇവരുടെ ഈ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി മനസ്സിലായി. ഇനി അടുത്തത് ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ അല്ല, അതിനേക്കാളും മുമ്പേ മാറി എൻ്റെ ജീവിതം. ഈ ഗംഗയുടെ എൻ്റെ 3 മക്കളുടെ അച്ഛനല്ല ഇത്, സത്യം പറയാല്ലേ. ഇതെനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല, എനിക്കിത് അറിയില്ലായിരുന്നു കേട്ടോ. മഞ്ജു പിന്നെ വേറെ വിവാഹം കഴിക്കാതെ ഞങ്ങളെ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ അന്നേ തന്നെ ഞങ്ങളുടെ ജീവിതം കുറേ മാറി. മോള് പഠിക്കാൻ പൈസ ഇല്ലാണ്ടായി, ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അന്നേരമൊക്കെ പുള്ളിയാണ് നമുക്കൊരു സഹായത്തിന് വന്നത്, ഞങ്ങളെ ഏറ്റെടുത്തത്. ലോകത്ത് ആരെങ്കിലും ചെയ്യുമോ? അത് ഒരു മനുഷ്യരും ചെയ്യൂല. അങ്ങനെ എനിക്കാണെങ്കിൽ എന്നെ കണ്ടെടുക്കാൻ പോലും ഇല്ല, അത്രയ്ക്ക് ഞാനങ്ങ് മോശമായി ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ജീവിച്ചത്. ആ സമയത്ത് ഗംഗയാണ് മൂത്ത കുട്ടി. ഗംഗയാണ് മൂത്തത്.
സല്യൂട്ട്, അല്ലാതൊന്നും പറയാനില്ല. സീരിയസ്ലി എനിക്കിത് അറിയില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ നോക്കി കാണേണ്ട വ്യക്തികൾ. ഇവരെയൊക്കെയാണ് സാധാരണക്കാരനായിട്ടുള്ള നമ്മളൊക്കെ നോക്കിക്കാണുന്നതും. അല്ലാതെ ഈ ഞാൻ മറ്റവരായിട്ട് കമ്പയർ ചെയ്ത് പറയില്ല, ഇനി ഏതൊരാളാണെന്നുണ്ടെങ്കിലും ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസ് അതിൻ്റെ പോഷ് കാണിക്കുക എന്ന് പറയുന്ന സമയത്ത് അവിടെ അവർ മാത്രം വളർന്നുകൊണ്ടിരിക്കുക, ബാക്കിയുള്ളവർ വെറുതെ സമയം ചിലവഴിക്കുക മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ. ഇനിയിപ്പോൾ ഇവരുടെ ഈ സ്റ്റോറി ഇവർ റിവീൽ ചെയ്തു, ഇതിന് ഏത് രീതിയിലാണ് സോഷ്യൽ മീഡിയ ഇനി പറയുക എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പ്ലീസ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തുക. ഇവരോട് അങ്ങനത്തെ കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനുള്ള മറുപടി അവർ തന്നെ കൊടുക്കും. ഞാൻ എന്താ ഉദ്ദേശം എന്നുള്ളത് എനിക്ക് പറയാൻ പോലും ഇഷ്ടമല്ല. പക്ഷെ എന്നാലും അങ്ങനെ ആയിരിക്കും ഒരു വിഭാഗം. എപ്പോഴും കുറച്ച് കീടങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ, അവരെപ്പോഴും അങ്ങനെ ഈ ഒരു വിഷയത്തിനെ കാണാം. അപ്പോൾ ഇതായിരുന്നു നമ്മളെ വീഡിയോയുടെ കോണ്ടന്റ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.